നമസ്കാരം RVS മാത്സ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. S3യുടെ ബാക്കി ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ S3യിൽ കോഷീസ് റെസിഡ്യൂ തിയറം ആണ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു കോഷീസ് റെസിഡ്യൂ തിയറം അവിടെ തീർന്നിട്ടില്ല, ഇനി ബാക്കി പ്രോബ്ലംസ് ഉണ്ട്. അപ്പം ഇന്നത്തെ പ്രോബ്ലം പ്രത്യേകം ശ്രദ്ധിച്ചോണം. യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. നമ്മൾ റെസിഡ്യൂവിൻ്റെ സാധാരണ ഫോമുല വെച്ചിട്ടല്ല, മറ്റൊരു ഫോമുല യൂസ് ചെയ്ത് നമ്മൾ 4 ഫോമുലയായിട്ട് ഞാൻ നിങ്ങളെ കയ്യിൽ തന്നിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ചെയ്തതുമാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ 2 ടൈപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യുന്നതിൻ്റെ പ്രോബ്ലംസ്. ബാക്കി ഫോമുല യൂസ് ചെയ്തിട്ടുള്ള കോഷീസ് റെസിഡ്യൂ തിയറോണിൻ്റെ പ്രോബ്ലമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോഷീസ് റെസിഡ്യൂ തിയറത്തിൻ്റെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ എല്ലാ പ്രോബ്ലവും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണ്? നമ്മൾ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് 4 ഫോമുലയായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നെ അല്ലേ. അപ്പോൾ അതിൽ 2 ഫോമുലേനെ ബേസ് ചെയ്തിട്ടുള്ള കോഷീസ് റെസിഡ്യൂ തിയറം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പം ബാക്കി 2 ഫോമുലയുടെ പ്രോബ്ലം കൂടെ ഉണ്ട്. പക്ഷേ ഇപ്പം ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ്. കാരണം യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു ഈ ക്വസ്റ്റ്യൻ. അത് കോഷീസ് ഇൻ്റഗ്രൽ ഫോമുലയ്ക്കകത്തും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, കോഷീസ് റെസിഡ്യൂ തിയറത്തിനകത്തും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻ എന്തായാലും ഞാൻ കോഷീസ് റെസിഡ്യൂ തിയറം എന്ന് പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കണ്ടതുകൊണ്ടാണ് ഇതും കൂടെ ഒന്ന് ചെയ്തിട്ട് നമുക്ക് അടുത്ത ബാക്കി ക്വസ്റ്റ്യൻസിൽ പോകാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി കോസ് പൈ ഇസെഡ് സ്ക്വയർ പ്ലസ് സൈൻ പൈ ഇസെഡ് സ്ക്വയർ ബൈ ഇസെഡ് പ്ലസ് 1 ഇൻറ്റു ഇസെഡ് പ്ലസ് 2 ഡി ഇസെഡ് വെയർ സി ഈസ് മോഡ് ഇസെഡ് ഇസ് ഈക്വൽ ടു 3. ഓക്കെ, കോഷീസ് റെസിഡ്യൂ തിയറം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ 5th മോഡ്യൂളിലെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഇൻ്റഗ്രേഷൻ ചെയ്യാൻ ചോദിക്കുമ്പോൾ നമുക്ക് ഏത് മെത്തേഡേ പറ്റത്തുള്ളൂ? കോഷീസ് റെസിഡ്യൂ തിയറേ പറ്റത്തുള്ളൂ. 4th മോഡ്യൂൾ ഇതേ സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അവിടെ നമ്മൾ ചെയ്യുന്നത് കോഷീസ് ഇൻ്റഗ്രൽ ഫോമുല യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്. ഇതൊന്നും അല്ലാണ്ട് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗിന് അല്ലാതെ വേറെ പുറത്തെവിടെയെങ്കിലും ഇതുപോലൊരു ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്യേണ്ടി വന്നാൽ നിങ്ങളുടെ ഇഷ്ടമുള്ള ഇവാലുവേറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി കോസ് പൈ ഇസെഡ് സ്ക്വയർ പ്ലസ് സൈൻ പൈ ഇസെഡ് സ്ക്വയർ ബൈ ഇസെഡ് പ്ലസ് 1 ഇൻറ്റു ഇസെഡ് പ്ലസ് 2 ഡി ഇസെഡിന് കോഷീസ് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യണം? റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണം. റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിൽ എന്ത് വേണം? പോൾ വേണം. പോൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഞാൻ ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യാണ്. ഇസെഡ് പ്ലസ് 1 ഇൻറ്റു ഇസെഡ് പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഓരോരുത്തരെയും 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പം ഇസെഡ് പ്ലസ് 1 ഈക്വൽ ടു 0 എന്നും കിട്ടും, ഇസെഡ് പ്ലസ് 2 ഈക്വൽ ടു 0 എന്നും കിട്ടും. അതിൽ നിന്ന് ഇസെഡ് ഇസ് ഈക്വൽ ടു -1 എന്നും ഇസെഡ് ഇസ് ഈക്വൽ ടു -2 എന്നും വന്നു. ഈ രണ്ടും നമ്മുടെ പോളാണ് അല്ലേ. ഈ പോളിൻ്റെ ഓർഡർ എന്തുവാണ്? ഇസെഡ് പ്ലസ് 1ൻ്റെ പവർ 1 ആണ്, ഇസെഡ് പ്ലസ് 2ൻ്റെ പവർ 1 ആണ്. സോ ഇസെഡ് ഈക്വൽ ടു -1 ആൻഡ് -2 ആർ സിമ്പിൾ പോൾ. Z equal to -1, -2 are simple poles. സിമ്പിൾ പോളാണേ. ഓക്കെ, അപ്പോൾ ഈ രണ്ടുപേരും ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഈ രണ്ടുപേരും ഈ തന്നിരിക്കുന്ന കർവിന് അകത്താണോ പുറത്താണോ എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ കർവിന് അകത്താണോ എന്ന് നോക്കാനായിട്ട് ആദ്യം നമുക്ക് വെൻ Z is equal to -1, ഇസെറ്റിന് നമ്മൾ -1 കൊടുക്കുമ്പോൾ മോഡ് ഇസെറ്റ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് -1. മോഡുലസ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. റൂട്ട് ഓഫ് -1 സ്ക്വയർ, ദറ്റ് ഇസ് 1. 1 എന്ന് പറയുന്ന ഈ 3-നെക്കാളും ചെറിയ വാല്യൂ ആണ്, അപ്പോൾ ലെസ് ദാൻ 3 ആണ്. ദെയർഫോർ ഇസെറ്റ് ഈക്വൽ ടു -1 ലൈസ് ഇൻസൈഡ് സി, തന്നിട്ടുള്ള കർവിനകത്താണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്താണ്? വെൻ ഇസെഡ് ഇസ് ഈക്വൽ ടു -2. -2 എന്നുള്ള പോയിന്റ് മോഡ് ഇസെറ്റിനകത്ത് കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് ഇസെഡ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് -2. മോഡുലസ് ഓഫ് -2 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 4 ആണ്. അതായത് റൂട്ട് ഓഫ് -2ൻ്റെ സ്ക്വയർ, ദറ്റ് ഇസ് √4. √4 എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ്. 2 ഈസ് ഓൾസോ ലെസ് ദാൻ 3. ഈ റേഡിയസ് എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന 3യേക്കാളും ചെറുതാണ് 2 എന്ന് പറയുന്നത്. അപ്പം ഈ -2 എന്ന് പറയുന്ന പോയിന്റും തന്നിട്ടുള്ള കർവിന് അകത്തുള്ള പോയിന്റാണ്. ദെയർഫോർ ഇസെഡ് ഈക്വൽ ടു -2 ലൈസ് ഇൻസൈഡ് സി. ഇനി നമ്മൾ എന്താ ചെയ്യുക? അകത്തുള്ള പോയിന്റുകൾക്ക് മാത്രം നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യും? റെസിഡ്യൂ ഫൈൻഡ് ചെയ്യും. അപ്പോൾ ഈ 2 പോയിന്റും ഇൻസൈഡ് ആയത് കാരണം നമുക്കൊരു മാർക്കാണ് ഇൻസൈഡ് ആണോ ഔട്ട് സൈഡ് ആണോ നോക്കുന്നതിന്. 2 പോയിന്റും ഇൻസൈഡ് ആയത് കാരണം നമ്മൾ എന്ത് ചെയ്യാൻ പോകണം? ഈ 2 പോയിന്റും നമ്മൾ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാം. അറ്റ് ഇസെഡ് ഇസ് ഈക്വൽ ടു -1. ഇസെഡിന് -1 കൊടുത്താൽ സിമ്പിൾ പോളാണ്. റെസിഡ്യൂ ഫൈൻഡ് ചെയ്യേണ്ട ഫോമുല മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഫോമുല ഒന്ന് എഴുതിക്കോട്ടെ. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെഡ് അറ്റ് ഇസെഡ് ഈക്വൽ ടു എ ആണെങ്കിൽ എന്താ ഫോമുല? ലിമിറ്റ് ഇസെഡ് ടെൻസ് ടു എ ഇസെഡ് മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് ഇസെഡ്. ഇവിടെ എയുടെ സ്ഥാനത്ത് -1 ആണ്. അപ്പോൾ ഈ ഫോമുല എങ്ങനെയായി മാറും? റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസെഡ് at z is equal to -1 is equal to limit z tends to -1 z minus of -1 എന്ന് പറയുമ്പോൾ z plus 1 into f of z. f of z എന്ന ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് cos pi z square plus sin pi z square the whole by z plus 1 into z plus 2.
ഇസഡ് പ്ലസ് വണ്ണും ഇസഡ് പ്ലസ് വണ്ണും ക്യാൻസലായി പോയി. ഇനി ഇസഡിന് -1 കൊടുക്കുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഇസഡിൻ്റെ സ്ഥാനത്ത് -1 കൊടുക്കുമ്പോൾ -1 സ്ക്വയർ എന്ന് വരികയാണ്. അത് എന്ത് തന്നെയാണ് 1. അപ്പോൾ ഇതെങ്ങനെ വരും? കോസ് പൈ പ്ലസ് സൈൻ പൈ ബൈ -1 പ്ലസ് 2 എന്ന് ബൈ 1 ദ ഹോൾ ബൈ 1. ഇനി കോസ് പൈ എന്തുവാണ്? കോസ് പൈ എന്ന് പറഞ്ഞാൽ -1 ആണ്. സൈൻ പൈ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ഈ കോസ് പൈൻ്റെ വാല്യൂ മാത്രമേ വരത്തുള്ളൂ. ഇതിൻ്റെ ആൻസർ എന്താ പറയുന്നത്? ദിസ് ഈക്വൽ ടു -1 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, നമുക്കതിനങ്ങ് മാർക്ക് ചെയ്ത് വയ്ക്കാം. -1 ഇതാണ് നമ്മുടെ റെസിഡ്യൂവിൻ്റെ ഫസ്റ്റ് ആൻസർ. അതുപോലെ ഇത് നമ്മുടെ റെസിഡ്യൂവിൻ്റെ ഫോർമുല ആയിരുന്നു. അതിനെ ഞാനൊരു ബോക്സിനകത്ത് ഇട്ട് വെച്ച്, കാരണം ഈ ഫോർമുല വെച്ചിട്ടായിരുന്നു നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. ഓക്കെ, പരീക്ഷയ്ക്ക് ഫോർമുല എഴുതണം നിർബന്ധമില്ല. ഇനി എങ്ങനെ നിങ്ങൾക്ക് തെറ്റിപ്പോയാലും ഫോർമുല എഴുതി വെച്ചാൽ അതിൻ്റെ ഒരു മാർക്ക് കൂടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇസഡ് ഈക്വൽ ടു -1 മാത്രമല്ല ഇൻസൈഡ് പോയിന്റ് നമ്മൾ ചെക്ക് ചെയ്തോളൂ. അടുത്ത ഇസഡ് ഈക്വൽ ടു -2 കൂടെ കണ്ടുപിടിക്കണ്ടേ? അപ്പോൾ അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു -2 വീണ്ടും ഞാൻ ഫോർമുല എഴുതണോ? വേണ്ട, തൊട്ട് മുകളിൽ ഇവിടെ ഫോർമുല അടപ്പുണ്ട്. അപ്പോൾ അതിലങ്ങ് അപ്ലൈ ചെയ്യുവാണേ. റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു -2 ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇസഡ് ടെൻസ് ടു -2 ഇസഡ് മൈനസ് ഓഫ് -2 എന്ന് പറയുമ്പോൾ ഇസഡ് പ്ലസ് 2 എന്നാവും ഇൻറ്റു എഫ് ഓഫ് ഇസഡ്. എഫ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണ്? കോസ് പൈ ഇസഡ് സ്ക്വയർ പ്ലസ് സൈൻ പൈ ഇസഡ് സ്ക്വയർ ദ ഹോൾ ബൈ ഇസഡ് പ്ലസ് 1 ഇൻറ്റു ഇസഡ് പ്ലസ് 2. ഇല്ല, ഇസഡ് പ്ലസ് 2 അങ്ങ് ക്യാൻസലായി പോയി. ഇനി ഇസഡിന് -2 കൊടുക്കുമ്പം ഇസഡ് കോസ് പൈ ഇസഡ് സ്ക്വയർ ആവില്ല. ഇസഡിൻ്റെ സ്ഥാനത്ത് -2 വരുമ്പോൾ -2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4. അപ്പോൾ ഈ ഇസഡ് സ്ക്വയർ ഉള്ള സ്ഥാനത്തെല്ലാം 4 ആവേ. അപ്പോൾ അതെങ്ങനെയാണ് വരിക? കോസ് 4π പ്ലസ് സൈൻ 4π ബൈ -2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ -1 which is equal to cos 4π എന്തുവാണ്? cos 4π equal to 1. കാരണം ഇവിടെ ഈവൻ നമ്പർ വരുമ്പോഴെല്ലാം 1ഉം ഓഡ് നമ്പർ വരുമ്പോഴെല്ലാം -1ഉം ആണ് കോസിൻ്റെ വാല്യൂ. അതുപോലെ സൈൻ 4π, സൈനിൻ്റെ കൂടെ പൈ ആണേ വരുന്നതെങ്കിൽ അത് 4 ആയാലും 3 ആയാലും ഓഡായാലും ഈവൻ ആയാലും എന്ത് സംഭവം വന്നാലും അത് 0 ആണ്. അപ്പോൾ സൈൻ 4π 0 ആയിപ്പോയി, കോസ് 4π 1 ആയി. അപ്പോൾ 1/-1 is equal to എന്ത് കിട്ടി? നമുക്ക് -1 എന്ന് കിട്ടി. Therefore by Cauchy's residue theorem, integral over C f of z dz is equal to 2 pi into sum of residue inside C. Sum of residue inside C തന്നിട്ടുള്ള കർവിനകത്തുള്ള മാത്രം റെസിഡ്യൂ ഫൈൻഡ് ചെയ്തിട്ട് അതിൻ്റെ സമ്മാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ തന്നെ ഇൻറ്റഗ്രൽ ഓവർ സി അല്ല, ഇൻറ്റഗ്രൽ ഓവർ സി ആണ്. എന്താ? എഫ് ഓഫ് ഇസഡിന് വരെ ഇവിടെ ഉള്ള എന്താ? കോസ് പൈ ഇസഡ് സ്ക്വയർ പ്ലസ് സൈൻ പൈ ഇസഡ് സ്ക്വയർ ദ ഹോൾ ബൈ ഇസഡ് പ്ലസ് 1 ഇൻറ്റു ഇസഡ് പ്ലസ് 2. ഓക്കെ, ഡി ഇസഡ് ഇസ് ഈക്വൽ ടു 2 pi I ഇൻറ്റു ഇവിടെ ആദ്യത്തെ ആൻസർ -1 ആയിരുന്നു, രണ്ടാമത്തെ ആൻസറും -1. അപ്പോൾ ആഡ് ചെയ്താലും -1ഉം -1ഉം കൂടി എന്താവും? -2 ആവും. ഈ 2 പൈയും കൂടെ ചേർന്നിട്ട് ആൻസർ -4 pi I എന്നായി. ഓക്കെ, ഇതേ ആൻസർ തന്നെയായിരിക്കും നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്താലും കിട്ടുന്നത്. കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല യൂസ് ചെയ്ത് പ്രോബ്ലം ചെയ്താലും സെയിം ആൻസർ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളേ. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഓവർ സി integral over C tan z dz, integral over C tan z dz where C is mod z is equal to pi, where C is mod z is equal to pi. ഈ പൈ എന്ന് കാണുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിൽ 3.14 എന്നും കൂടെ ആലോചിച്ചോളേ. അതായത് ഈ ക്വസ്റ്റ്യനല്ല, വേറെ ക്വസ്റ്റ്യനിലൊക്കെ ചിലപ്പോൾ ഡിനോമിനേറ്ററിൽ z-1 z-2 എന്നൊക്കെ തന്നിട്ട് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെ mod z equal to pi എന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ mod z equal to pi-ൻ്റെ മീനിങ് mod z equal to 3.14 ആണ്. പിന്നെ നമുക്ക് വരുന്ന പ്രോബ്ലം അനുസരിച്ച് ചൂസ് ചെയ്തുകൊണ്ടാൽ മതി. ഇവിടെ ഇപ്പം tan z ആയിട്ട് കുഴപ്പമില്ല, പക്ഷേ വേറെ ഡിനോമിനേറ്റർ ഉള്ളിടത്തും ഇങ്ങനെ പൈന്നോ π/2 എന്നൊക്കെ വരികയാണെങ്കിൽ അവിടെ വാല്യൂ കൂടെ ഒന്ന് മനസ്സിൽ ആലോചിച്ചോളൂ. ഓക്കെ, നമുക്കിവിടെ ഇൻ്റഗ്രൽ ഓവർ സി tan z dz തന്നേക്കുന്നത് ഇവാലുവേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇൻ്റഗ്രലിൻ്റെ ആൻസർ ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. നമുക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. 5th മോഡുളായതുകൊണ്ട് നമ്മൾ കോഷീസ് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ tan z റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലേ. നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ഇവിടുത്തെ എഫ് ഓഫ് z എന്ന് പറഞ്ഞാൽ tan z നമുക്കൊന്ന് എടുത്തെഴുതാം. tan z എന്ന് പറഞ്ഞാൽ എങ്ങനെ നമ്മൾ എഴുതുക? സൈൻ z ബൈ കോസ് z എന്ന് പറഞ്ഞ് എഴുതും അല്ലേ. tan z ഇസ് ഈക്വൽ ടു സൈൻ z ബൈ കോസ് z. അടുത്തെന്താ? കോസ് z 0ക്ക് ഇക്വേറ്റ് ചെയ്യും. എപ്പോഴും പോൾ ഫൈൻഡ് ചെയ്യാൻ ഡിനോമിനേറ്ററിനെ
സെറ്റിനെ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യുന്ന പോലെ ഇവിടെ കോസ് സെറ്റിനെ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യും. കോസിൻ്റെ വാല്യൂ സീറോ ആവുന്നത് എപ്പോഴൊക്കെയെന്ന് അറിയോ? കോസിൻ്റെ വാല്യൂ സീറോ ആവുന്നത് കോസ് π/2. ഇത് ഞാൻ അന്ന് വീഡിയോയിൽ പറഞ്ഞതാണ്. കോസിൻ്റെ വാല്യൂ എപ്പോഴൊക്കെയാണ് സീറോ ആവുന്നതെന്ന് പറഞ്ഞിട്ട് സെയിം പ്രോബ്ലം നമ്മൾ ചെയ്തതാണ് അല്ലേ? എപ്പോഴൊക്കെ വരും? കോസ് π/2 എന്ന് പറഞ്ഞാൽ സീറോയാണ്. കോസ് π/2 മാത്രമല്ല കോസ് 3π/2 സീറോയാണ്. പിന്നെ എങ്ങനെയാണ്? കോസ് 5π/2 സീറോയാണ്. പിന്നെ അങ്ങനെ ജനറലായിട്ട് പറയുമ്പം 135 എന്നൊക്കെ പറഞ്ഞാൽ ഓഡ് നമ്പറാണ്. അപ്പം ജനറലായിട്ട് നമുക്ക് എങ്ങനെയാണ് പറയാം? ഈ 135 എന്നൊക്കെ ഓഡ് നമ്പറിന് നമുക്ക് കോസ് 2n+1 π/2 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുത്തെ ഇസഡ് ഇസ് ഈക്വൽ ടു ഓഡ് നമ്പർ വരുമ്പോഴെല്ലാം കോസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആയത് കാരണം ഇവിടെ ഇസഡ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്തെടുക്കാം? ഇസഡ് ഇസ് ഈക്വൽ ടു 2n+1 π/2 എന്ന് ഞാനങ്ങ് ചൂസ് ചെയ്തു. ഇനി ഇവിടുത്തെ എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 +or-1 +or-2 +or-3 എക്സെട്ര എന്നാണ് പോകുന്നത്. ഓക്കെ, ഇതിൽ ഏത് വാല്യൂ വേണമെങ്കിലും എന്നിന് വരാം. ഇതാണ് ജനറലായിട്ട് ഇസഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ ഏതൊക്കെ പോയിൻ്റാണ് ഈ മോഡ് ഇസ് ഈക്വൽ ടു പൈനകത്ത് വരുന്നത്, ആരൊക്കെയാണ് പുറത്ത് വരുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പം നമുക്ക് ഓരോ പോയിൻ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വെൻ n ഈക്വൽ ടു 0, എന്നിന് 0 കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇസഡ് എങ്ങനെയാണ് വരിക? ഇസഡ് ഇസ് ഈക്വൽ ടു π/2. തീർച്ചയായിട്ടും ഈ π/2 എന്ന് പറഞ്ഞാൽ മോഡ് ഇസഡിനകത്തുള്ള സാധനം അല്ലേ? ഇസഡ് ഇസ് ഈക്വൽ ടു π/2 വരും. അപ്പം മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് π/2 ദറ്റ് ഈസ് ഈക്വൽ ടു π/2 വിച്ച് ഈസ് ലെസ് ദാൻ π. π/2 ലെസ് ദാൻ π അല്ലേ? therefore n ഈക്വൽ ടു 0 വരുമ്പോൾ ഇസഡ് ഈക്വൽ ടു π/2 ലൈസ് ഇൻസൈഡ് സി തന്നിട്ടുള്ള കർവിനകത്താണ്. ഇസഡ് ഈക്വൽ ടു π/2 ലൈസ് ഇൻസൈഡ് സി. തീർന്നില്ല. അടുത്ത എന്നിന് 1 കൊടുത്ത് നോക്കാം. എന്നിന് 1 കൊടുക്കുമ്പം ഇസഡ് ഇസ് ഈക്വൽ ടു 2 + 1 3π/2 എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പം മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 3π/2. മോഡുലസ് ഓഫ് 3π/2 എന്ന് പറഞ്ഞാൽ 3π/2 തന്നെയാണ്. ഈ 3π/2 എന്ന് പറയുന്നത് പൈനേക്കാളും ചെറുതാണോ വലുതാണോ? വലുതാണ്. ഗ്രേറ്റർ ദാൻ പൈ. 3 × 3.14 9 point something by 2 എന്തായാലും ഈ പൈനേക്കാളും വലുതാണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ പൈ എന്നാണ് വരുന്നത്. therefore ഇസഡ് ഈക്വൽ ടു 3π/2 ലൈസ് ഔട്ട്സൈഡ് സി തന്നിട്ടുള്ള കർവിൻ്റെ പുറത്താണ്. അപ്പം നമുക്ക് അയാളെ വേണ്ട. ഔട്ട്സൈഡ് വന്നതുകൊണ്ട് തന്നെ ഇസഡ് ഈക്വൽ ടു π/2 എന്ന് പറയുന്നത് നമുക്ക് വേണ്ട. നമുക്ക് ആരെ വേണം? ഇസഡ് ഈക്വൽ ടു π/2 നമുക്ക് വേണം. ഇൻസൈഡ് ആയത് കാരണം ഇസഡ് ഈക്വൽ ടു π/2 വേണം. വേണ്ടാത്ത ആളെ ഞാനങ്ങ് കളഞ്ഞു. തീർന്നില്ല. n ഈക്വൽ ടു 1 കൊടുത്തപ്പോൾ വലിയ വാല്യൂ ആണെങ്കിൽ നമ്മൾ മനസ്സിൽ ആലോചിക്കും. n ഈക്വൽ ടു 2 കൊടുക്കുമ്പോഴോ? 2 കൊടുക്കുമ്പോഴുള്ള വാല്യൂ എന്താ? 5π/2. 3π/2 പുറത്താണെങ്കിൽ 5π/2 ഉറപ്പായിട്ട് എന്താണ്? പുറത്താണ്. അപ്പോൾ n ഈക്വൽ ടു 2ഉം 3ഉം ഒന്നും ഇനി പോസിറ്റീവ് വാല്യൂസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കത്തേ ഇല്ല. n ഈക്വൽ ടു ഏറ്റവും ചെറുത് കൊടുത്തപ്പോഴേ പോസിറ്റീവ് വാല്യൂ കൊടുത്തപ്പോഴേ ഔട്ട്സൈഡ് ആയത് കാരണം 2നെ 3നെ ഒന്നും ഞാനിവിടെ ചെക്ക് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ അതൊന്ന് എഴുതി വെച്ചിരുന്നാലും മതി. n ഈക്വൽ ടു 1 കൊടുത്തപ്പോൾ പുറത്തായതുകൊണ്ട് n ഈക്വൽ ടു 2 കൊടുത്താലും പുറത്താണ്. n ഈക്വൽ ടു 2 കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വരിക? ഇസഡ് ഈക്വൽ ടു 5π/2 ആണ്. ഇസഡ് ഈക്വൽ ടു 5π/2 എന്ന് പറഞ്ഞാൽ മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 5π/2 which is equal to 5π/2 that is also greater than π. അപ്പോൾ അതും എന്ത് തന്നെയാണ്? ഔട്ട്സൈഡ് ആണ്. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം ഞാൻ കാണിച്ചു തന്നെയാണ്. അപ്പം ഇനി സംശയമില്ല എന്തൊക്കെയാണ്? ഇസഡിന് 2 കൊടുക്കുമ്പോൾ പുറത്താണെങ്കിൽ 3 കൊടുത്താലും 4 കൊടുത്താലും 5 കൊടുത്താലും എല്ലാം ഇനി ഏത് പോസിറ്റീവ് വാല്യൂ കൊടുത്താലും അതെല്ലാം ഔട്ട്സൈഡ് ആണ്. സോ ഞാൻ അതൊന്നും കൊടുക്കുന്നില്ല. നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. ഏതാ സൈഡ്? ഇസഡ് ഈക്വൽ ടു 1 2 പോലെ അപ്പുറത്തെ സൈഡിൽ -1 -2 -3 ഇല്ലേ? അപ്പോൾ അതൊന്ന് കൊടുത്ത് നോക്കാം നമുക്ക്. വെൻ ഇസഡ് ഇസ് ഈക്വൽ ടു when z is equal to when n equal to -1, n ന് -1 വരുമ്പോൾ ഇത് -2 + 1 വരും. -2 + 1 means -π/2. അപ്പോൾ z is equal to -π/2. മോഡുലസ് ഓഫ് ഇസഡിനകത്ത് മോഡുലസ് ഓഫ് -π/2 കൊടുത്താൽ അത് എന്ത് തന്നെയാണ്? π/2 തന്നെയാണ്. ദാറ്റ് ഈസ് ലെസ് ദാൻ പൈ. therefore z equal to -π/2 ലൈസ് ഇൻസൈഡ് സി തന്നിട്ടുള്ള കർവിനകത്താണ്. ഓക്കെ, അപ്പോൾ ഇസഡ് ഈക്വൽ ടു π/2 അകത്താന്ന് കിട്ടി. ഇസഡ് ഈക്വൽ ടു -π/2 അകത്താന്ന് കിട്ടി. അപ്പം -1 തന്നപ്പോൾ അകത്തായതുകൊണ്ട് ഇനി അടുത്ത് -2 കൊടുത്താൽ അകത്താണോ ഇല്ലെന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് -2 കൂടെ കൊടുത്ത് നോക്കാം. വെൻ ഇസഡ് ഇസ് ഈക്വൽ ടു വെൻ n ഈക്വൽ ടു -2, എന്നിന് -2 കൊടുക്കുമ്പോൾ നോക്കിക്കേ ഇസഡ് ഇസ് ഈക്വൽ ടു 2 × -2 എന്തുവാ? -4. -4 + 1 -3. ഇസഡ് ഇസ് ഈക്വൽ ടു -3π/2 ആ വരുന്നത്. പുറത്ത് കാണുമ്പോൾ തന്നെ അറിയാം. മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് -3π/2. മോഡുലസ് ഓഫ് -3π/2 എന്ന് പറഞ്ഞാൽ 3π/2 ആണ്. 3π/2 ഗ്രേറ്റർ ദാൻ പൈ ആണ്. അത് എഴുതിയിട്ടുണ്ട്. therefore z ഈക്വൽ ടു -3π/2 ലൈസ് ഔട്ട്സൈഡ് സി.
Z equal to minus 3 pi by 2 lies outside C. Okay. അപ്പം നമുക്ക് ആര് മാത്രമേ ഇൻസൈഡ് ആയിട്ടുള്ളൂ? രണ്ട് പോയിന്റ് മാത്രമേ ഇൻസൈഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്യുന്നവരൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണം എന്നുള്ള ആൾക്കാർ ആരൊക്കെയാണ് ഇൻസൈഡ് ഉള്ളത്? Z is equal to minus pi by 2 ഇൻസൈഡ് ആണ്. Z equal to pi by 2 നമുക്ക് എന്തുവാണ്? ഇൻസൈഡ് ആണ്. അപ്പോൾ ഈ രണ്ട് പോയിന്റിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. Z equal to pi by 2, Z equal to minus pi by 2 ഇൻസൈഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് പോയിന്റിൽ നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യാൻ പോവാണ്? റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആ രണ്ട് പോയിന്റിൽ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യട്ടെ. റെസിഡ്യൂവിൻ്റെ ഫോമിൽ നമ്മൾ എന്ത് കൊടുക്കണം എന്നുള്ള അടുത്ത് ആലോചിക്കുക. H of Z by G of Z ഫോം വരികയാണെങ്കിൽ റെസിഡ്യൂസിൻ്റെ ഫോമിൽ എന്തുവാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? റെസിഡ്യൂ ഓഫ് എന്തുവാ നമ്മൾ കണ്ടുപിടിക്കേണ്ട? F of Z at Z is equal to A is equal to limit അല്ല H of A by G dash of A. ഇപ്പോഴത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പോളിനോമിയൽ അല്ലാണ്ട് വന്നാൽ ഈ ഫോമിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സോ നമ്മൾ ഈ ഫോമിലാണ് റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഫോമിൽ ഞാനൊരു ബോക്സിനകത്ത് ഇട്ടു. നമുക്കിനി റെസിഡ്യൂ രണ്ട് പോയിന്റിൽ ഒന്ന് ഫൈൻഡ് ചെയ്യാം. അപ്പോൾ ആദ്യം അറ്റ് Z is equal to pi by 2 ഫൈൻഡ് ചെയ്യുവാണേ. അപ്പോൾ റെസിഡ്യൂ ഓഫ് F of Z at Z is equal to pi by 2 is equal to H of A എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ന്യൂമറേറ്റർ എന്താ? H of Z എന്ന് പറഞ്ഞാൽ സൈൻ Z ആണ്. G of Z എന്ന് പറഞ്ഞാൽ ഡിനോമിനേറ്റർ എന്തുവാ? അത് കോസ് Z. അപ്പോൾ G dash of Z എന്ന് പറഞ്ഞാൽ എന്താ? G dash of Z is equal to cos Zൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ Z. എനിക്ക് Z equal to pi by 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ വരേണ്ടത് H of pi by 2 by G dash of pi by 2 എന്നാണ് ഫോമുല വരേണ്ടത്. അപ്പോൾ H of pi by 2 എന്ന് പറഞ്ഞാൽ സൈൻ pi by 2 by G dash of pi by 2 എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ pi by 2. pi by 2 ക്യാൻസൽ ആയി എൻ്റെ ആൻസർ എന്ത് കിട്ടി? -1 എന്ന ആൻസർ കിട്ടി. ഇത് അറ്റ് Z is equal to pi by 2 കൊടുത്തപ്പം അപ്പോൾ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? അറ്റ് Z is equal to minus pi by 2 കൊടുക്കാം. ഓക്കെ, അറ്റ് Z is equal to minus pi by 2 കൊടുക്കുവാണെങ്കിൽ അറ്റ് Z is equal to minus pi by 2 കൊടുക്കുമ്പോൾ ഫോമുല എങ്ങനെയാണ് വരിക? റെസിഡ്യൂ ഓഫ് F of Z at Z is equal to minus pi by 2 is equal to H of minus pi by 2 by G dash of minus pi by 2. H of minus pi by 2 എന്ന് പറഞ്ഞാൽ ഇവിടെ H of Z എന്തുവായിരുന്നു? H of Z എന്ന് പറഞ്ഞാൽ സൈൻ Z ആയിരുന്നു. അപ്പോൾ സൈൻ ഓഫ് മൈനസ് പൈ ബൈ 2 ബൈ G dash of Z എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ Z. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം മൈനസ് സൈൻ ഓഫ് മൈനസ് പൈ ബൈ 2. സൈൻ ഓഫ് പൈ ബൈ 2 സൈൻ ഓഫ് മൈനസ് പൈ ബൈ 2 ക്യാൻസലായി. സോ ആൻസർ -1 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റിൽ റെസിഡ്യൂ ഫൈൻഡ് ചെയ്തു. ഇനി ഫോമുല എന്തുവാ? therefore by Cauchy's residue theorem integral over C F of Z dz is equal to 2 pi I into sum of residue inside C തന്നിട്ടുള്ള കർവിനകത്താണ്. That is equal to ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? integral over C tan Z dz. That is equal to 2 pi I into ആദ്യത്തെ പോയിന്റ് -1 രണ്ടാമത്തെ പോയിന്റും -1. -1ഉം -1ഉം -2 ആവുന്നുണ്ട്. -2 into 2 pi I എന്ന് പറയുമ്പോഴേക്കും -4 pi I ആൻസർ കിട്ടി. ഓക്കെ, അപ്പം ഇത് ഇന്റഗ്രൽ ഓവർ സി ടാൻ Z dz മിക്കപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തന്നെ ഞാൻ അന്ന് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞു, ഇന്റഗ്രൽ ഓവർ സി ടാൻ Z ചോദിച്ചാൽ ഇതുപോലെ എന്ത് ചോദിക്കാനും കൂടെ ചാൻസ് ഉണ്ട്? ഇന്റഗ്രൽ ഓവർ സി കോട്ട് Z dz നമുക്ക് ചോദിക്കാം. where C is mod Z is equal to pi. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ F of Z എന്തുവാണ്? F of Z എന്ന് പറഞ്ഞാൽ കോസ് Z ബൈ സൈൻ Z എന്നാണ് എടുക്കേണ്ടത്. നമ്മൾ സൈൻ Zനെ ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്യണം പോൾ ഫൈൻഡ് ചെയ്യാൻ. സൈനിൻ്റെ വാല്യൂ 0 ആവുന്ന എപ്പോഴൊക്കെയാണ്? സൈൻ 0 ആണ്, സൈൻ പൈ 0 ആണ്, സൈൻ 2 പൈ 0 ആണ്, സൈൻ 3 പൈ 0 ആണ്, സൈൻ 4 പൈയും 0 ആണ്. എന്ത് വന്നാലും 0 ആണെന്ന് പറഞ്ഞാൽ ജനറലായിട്ട് നമുക്കറിയാം എന്താ? സൈൻ n പൈ 0 ആണ് നമുക്കറിയാം. അതുകൊണ്ട് Z is equal to നമ്മൾ എന്താ എടുക്കുക? n പൈ എന്നാണ് എടുക്കുന്നത്. വേർ n equal to 0 +or-1 +or-2 എക്സെട്ര. അവിടെ ചെയ്തതുപോലെ തന്നെ ഇതിൽ ഏതൊക്കെ പോയിൻ്റാണ് അകത്ത്, ഏതൊക്കെ പോയിൻ്റാണ് പുറത്തുനിന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ,
ഞാനത് ഹിൻഡ് പറഞ്ഞു തന്നെയാണ്. വെൻ n ഈക്വൽ ടു, ഞാൻ പറഞ്ഞു പറഞ്ഞെല്ലാം പറയുവാണ് അല്ലേ. വെൻ n ഈക്വൽ ടു 0 കൊടുക്കുമ്പം ഇസഡ് ഇസ് ഈക്വൽ ടു എന്താ പറയുന്നത് 0. അപ്പോൾ മോഡുലസ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ മോഡുലസ് ഓഫ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 0 ലെസ് ദാൻ പൈ. ഇൻസൈഡ് സി ആണ്, കർവിനകത്താണ്. അടുത്ത n ഇസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പം ഇസഡ് ഇസ് ഈക്വൽ ടു പൈ എന്നാണ് വരുന്നത്. ഇസഡ് ഈക്വൽ ടു പൈ എന്ന് പറഞ്ഞാൽ എന്താ സെയിം വാല്യൂ അല്ലേ. അപ്പോൾ മോഡുലസ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് പൈ ഇസ് ഈക്വൽ ടു പൈ വിച്ച് ഈസ് ഈക്വൽ ടു റേഡിയസ്. അപ്പം ഇൻസൈഡ് ആൻഡ് ഓൺ എന്നാണ്, ആൻഡ് ഓൺ സി. ഇപ്പോൾ ഇസഡ് ഈക്വൽ ടു പൈയും നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ്. അപ്പം n ഈക്വൽ ടു 2 കൊടുക്കുമ്പം ഇസഡ് ഇസ് ഈക്വൽ ടു 2 പൈ. 2 പൈ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ എന്തുവാ പൈനേക്കാളും വലിയ വാല്യൂ ആണ്. അപ്പോൾ അത് ഔട്ട് സൈഡാണ്. സോ അയാൾ വേണ്ട. ഇനി അപ്പോൾ ഇത് 2 ഔട്ട് സൈഡ് ആണെങ്കിൽ 3ഉം 4ഉം എല്ലാം ഔട്ട് സൈഡാണ്. സോ അത് നമ്മൾ ചൂസ് ചെയ്യുന്നില്ല. അടുത്ത ഓക്കെ, അടുത്ത് നമുക്ക് എന്താ നോക്കേണ്ടത്, n ഈക്വൽ ടു 2 കൊടുത്തു. ഇനി 3, 4ഉം നമ്മൾ കൊടുക്കുന്നില്ല. അടുത്ത n-ന് -1 കൊടുക്കുമ്പം ഇസഡ് ഇസ് ഈക്വൽ ടു -π എന്നാണ് വരണേ. അതും അകത്തല്ലേ. മോഡ് ഇസഡ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് -π വിച്ച് ഇസ് ഈക്വൽ ടു എന്തുവാ പൈ ആണ്. ഈക്വൽ ടു നമ്മളെ ഈ റേഡിയസ് തന്നെയാണ്. അപ്പം ഇൻസൈഡ് ആൻഡ് ഓൺ കർവിൻ്റെ പുറത്ത് വന്നാലും മതി. അപ്പോൾ ആ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം n ഈക്വൽ ടു -2 കൊടുത്താൽ ഇസഡ് ഇസ് ഈക്വൽ ടു -2π വരണേ. -2π എന്ന് പറയുമ്പോൾ ഇതേപോലെ വരും. അപ്പോൾ അതെന്താ ഔട്ട് സൈഡ് ആണ് വരണത്, ഔട്ട് സൈഡ് സി. അപ്പോൾ ഏതൊക്കെ പോയിൻ്റ് ഇവിടെ ഇൻസൈഡ് ഉള്ളത്? ഇവിടെ ഇൻസൈഡ് സി എന്ന് പറയാൻ ഇസഡ് ഈക്വൽ ടു 0 ഇൻസൈഡ് സി ആണ് അല്ലേ. ഇസഡ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് ഇൻസൈഡ് ആണ്. പിന്നെയോ ഇസഡ് ഈക്വൽ ടു പൈ എന്ന് പറയുന്നത് ഇൻസൈഡ് ആണ്. ദെൻ ഇസഡ് ഈക്വൽ ടു -π എന്ന് പറയുന്ന പോയിന്റും ഇൻസൈഡ് ആണ്. അപ്പോൾ ഈ 3 പോയിന്റും നമ്മൾ എന്ത് ചെയ്യണം? റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണം. ഈ 3 പോയിന്റും റെസിഡ്യൂ ഫൈൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കോഷീസ് റെസിഡ്യൂ തിയറത്തിനകത്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനിത് ഫുൾ ചെയ്യേണ്ട, ഇത്രയും പറഞ്ഞു തന്നാൽ മതി എന്ന് വിചാരിച്ചു. പക്ഷേ ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഞാൻ ബാക്കിയും കൂടി ചെയ്യുവാണ്. അപ്പം ഞാൻ അവിടെയും കോട്ടിസെറ്റിൻ്റെ പ്രോബ്ലം ഞാൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ ഇതിൻ്റെ ബാക്കിയും കൂടി അങ്ങ് ചെയ്യുവാണേ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തില്ലേ ഈ ഫോമുല, അതേ ഫോമുല യൂസ് ചെയ്തിട്ടാണ് ഇവിടെയും ചെയ്യുന്നത്. ഇവിടെ f of z is equal to cos z by sin z. ഓക്കെ, അപ്പം നമ്മുടെ ഫോമുല എന്ന് പറഞ്ഞാൽ എന്തുവാണ്? റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു എച്ച് ഓഫ് എ ബൈ ജി ഡാഷ് ഓഫ് എ. ഇവിടുത്തെ ന്യൂമറേറ്റർ എച്ച് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ കോട്ടിസെറ്റിനകത്ത് നമ്മൾ എന്താ എഴുതിയത്? കോട്ടിസെറ്റ് ഇസ് ഈക്വൽ ടു നമ്മളിവിടെ എഴുതി വെച്ചേക്കുന്നത് എന്താ? കോട്ടിസെറ്റ് ഇസ് ഈക്വൽ ടു കോസ് സെഡ് ബൈ സൈൻ സെഡ്. അപ്പോൾ എച്ച് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു കോസ് സെഡ് എന്നാണ് എടുക്കേണ്ടത്. ജി ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു സൈൻ സെഡാണ് വരേണ്ടത് അല്ലേ. ജി ഡാഷ് ഓഫ് ഇസഡ് എന്താവും നിങ്ങൾ വരേണ്ടത്? സൈൻ സെഡിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? സൈൻ സെഡിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോസ് സെഡ് ആണ്. അപ്പോൾ ജി ഡാഷ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു കോസ് സെഡ് എടുത്തു. ഇനി നമുക്ക് ഓരോ പോയിന്റ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 0യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിൽക്കുക. ഇസഡ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് എടുക്കുമ്പം റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 ഇസ് ഈക്വൽ ടു ഈ ഫോമിലേക്ക് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് വരിക? എച്ച് ഓഫ് 0 ബൈ ജി ഓഫ് 0. എച്ച് ഓഫ് 0 എന്ന് പറഞ്ഞാൽ കോസ് 0 ബൈ ജി ഡാഷ് എന്ന് പറഞ്ഞാലും കോസ് 0 തന്നെയാണ്. എന്തായാലും കോസും 0യും പോയിട്ട് അതെന്താവും? 1 ആവും. ഇവിടെ എല്ലാ ആൻസറും 1 കിട്ടുക നമുക്കറിയാമല്ലേ. കാരണം എച്ച് ഓഫ് ഇസഡ് ബൈ ജി ഡാഷ് ഓഫ് ഇസഡ്, ഇസഡ് എന്ത് തന്നെ ആയിക്കോട്ടെ, കോസ് ഇസഡ് ബൈ കോസ് ഇസഡ് എന്ന് പറഞ്ഞാൽ 1 അല്ലേ. സോ അത് എപ്പോഴും എന്താ 1 ആണെന്ന് നമുക്കറിയാം. സോ അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു, അടുത്ത നമ്മുടെ പോയിന്റ് എന്തായിരുന്നു? ഇസഡ് ഇസ് ഈക്വൽ ടു പൈ ആയിരുന്നു അടുത്ത പോയിന്റ്, -π അല്ലേ. പൈ ആവുമ്പോൾ അതിൻ്റെ ഇവിടെ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യുന്നത് റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു പൈ ഇസ് ഈക്വൽ ടു h of pi by g dash of pi. That is equal to cos pi by cos pi. Cos pi -1 ആണ്. -1 by -1 എന്ന് ആലോചിച്ചാലും cos pi by cos pi ക്യാൻസൽ ആയി പോകുമ്പോഴാണെന്ന് ആലോചിച്ചാലും ഒക്കെ എൻ്റെ ആൻസർ എന്താണ്? 1 ആണ്. 1 ആണ് ആൻസർ ആയിട്ട് വേണം. ഓക്കെ, അടുത്ത പോയിന്റ് എന്താ? അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു -π. ഇസഡ് ഈക്വൽ ടു -πക്ക് ഇതേപോലെ ഫോമുല കൊടുക്കുമ്പം റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു -π ഇസ് ഈക്വൽ ടു h of -π by g dash of -π. That is equal to cos of -π by cos of -π. Cos of -θ cos θ തന്നെയാണ്. സോ അതെന്താ കിട്ടി? നമുക്ക് 1 തന്നെ കിട്ടി. Therefore by Cauchy's residue theorem, Cauchy's residue theorem യൂസ് ചെയ്ത് integral over c f of z dz is equal to 2πi into sum of residue inside c. Sum of residue inside C തന്നിട്ടുള്ള കർവിനകത്ത്. ഓക്കെ, therefore integral over C cot z dz is equal to
2 pi i into ഇവിടെ എന്തൊക്കെ റെസിഡ്യൂസ് എത്ര എണ്ണം ഉണ്ട് 1 plus 1 plus 1 1 plus 1 plus 1 എന്തുവാ 3 ആണ് 3 into 2 pi i എന്ന് പറയുമ്പോൾ എന്താ വരേണ്ടത് 6 pi i എന്ന് ആൻസർ വന്നു. അപ്പോൾ ഈ പ്രോബ്ലം ഞാൻ ഫുൾ ചെയ്യാൻ വേണ്ടി പ്രതീക്ഷിച്ചതല്ല, പക്ഷെ ചെയ്തു തന്നപ്പോൾ ഞാൻ ഫുൾ ചെയ്തു. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ റെസിഡ്യൂ ചെയ്തപ്പോൾ ഞാൻ കോർട്ടിസെറ്റ് അപ്പോഴും നിങ്ങൾക്ക് ഹിൻഡ് പറയുക ചെയ്തത്. അപ്പോൾ കോർട്ടിസെറ്റിൻ്റെ പ്രോബ്ലം ചെയ്യില്ല. സോ അതാണ് ഞാൻ ഇവിടെ ഇതെങ്കിലും കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഈ പ്രോബ്ലം പറഞ്ഞപ്പം നമ്മുടെ ടെസ്റ്റിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ടാനിൻ്റെ കേസിൽ തന്നെ ഇവാലുവേറ്റ് integral over C tan pi z dz. Tan pi z dz where C is mod z is equal to 2. അപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ടാൻ പൈ ഇസഡിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? സൈൻ പൈ ഇസഡ് ബൈ കോസ് പൈ ഇസഡ് എന്ന് പറഞ്ഞ് എഴുതാം. ഡിനോമിനേറ്ററിന് സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പം കോസ് പൈ ഇസഡ് ഇസ് ഈക്വൽ ടു 0. നമ്മൾ നേരത്തെ ടാനിൻ്റെ കേസിൽ ഇത് ഓർമ്മയുണ്ടോ? ഇവിടെ എപ്പോഴാണ് 0 ആവുന്നത്? 2n+1 π/2 വരുമ്പം. സോ ഇവിടെ ഇസഡ് ഈക്വൽ ടു നല്ല എടുക്കേണ്ടത് പൈ ഇസഡ് ഇസ് ഈക്വൽ ടു 2n+1 π/2. പൈ രണ്ട് സൈഡിൽ നിന്ന് ക്യാൻസലായി. സോ ഇസഡ് ഇസ് ഈക്വൽ ടു 2n+1/2 where n equal to 0 ± 1 ± 2 etc. മോഡ് ഇസ് equal to 2 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ n equal to 0 കൊടുക്കുമ്പോൾ നമുക്ക് 1/2 വരും, അത് ഇൻസൈഡ് ആണ്. n equal to 1 കൊടുക്കുമ്പം 3 π/2 വരും. അപ്പോൾ 3 π/2 അല്ല, സോറി 3/2 വരും. 3/2 ഇൻസൈഡ് ആണ്. n equal to 2 കൊടുക്കുമ്പോൾ എന്താ പറയുന്നത്? 5/2 വരും. 5/2 എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ആണ്. അടുത്ത n equal to -1 കൊടുക്കുമ്പോൾ ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ? ഇങ്ങനെ എത്ര പോയിന്റ് ഇൻസൈഡ് ആണോ നോക്കിക്കോളൂ. n equal to -1 കൊടുക്കുമ്പോൾ ഇതെന്താ പറയുന്നത്? -3/2 ആ വരുന്നത്. -3/2 ഇൻസൈഡ് ആണ്. അപ്പോൾ 3 പോയിന്റ് ഇൻസൈഡ് ഇതിനകത്ത് കിട്ടും. 3 പോയിന്റ് ഇൻസൈഡ് ആകുമ്പോൾ ആ 3 പോയിന്റിലും റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം ഈ പ്രോബ്ലം തമ്മിൽ വ്യത്യാസം വരണം കണ്ടോ? ഇവിടെ ടാൻ പൈ ഇസഡ് എന്ന് വന്നു. ഈ പ്രോബ്ലം ഞാൻ വീണ്ടും ചെയ്തു തരേണ്ട കാര്യമില്ല, കാരണം നമ്മൾ തൊട്ട് മുന്നേ ചെയ്തതല്ലേ, ഇത് ചെയ്ത് നോക്കൂ. കാരണം ഞാൻ എല്ലാ ഹിൻഡ് പറഞ്ഞു. ഇസഡ് ഈക്വൽ ടു 2n+1 π/2 ആണെന്ന് പറഞ്ഞു തന്നു. പിന്നെ n 0 കൊടുക്കുമ്പോൾ ഇൻസൈഡ് ആണെന്നുള്ള ഹിൻഡ് തന്നു. n equal to -1 കൊടുക്കുമ്പോൾ 3/2 ആ വരുന്നത്. 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. 1.52നേക്കാളും ചെറുതാണ്. അപ്പോൾ അതും ഇൻസൈഡ് ആണ്. അപ്പോൾ z ഈക്വൽ ടു എന്തൊക്കെ വരിക? ആദ്യം n equal to 0 കൊടുക്കുമ്പോൾ 1/2 ഇൻസൈഡ് എന്ന് വരും. അടുത്ത് 3/2 ഇൻസൈഡ് എന്ന് വരും. പിന്നെ അടുത്ത ആരാ? z ഈക്വൽ ടു n-ന് നമ്മൾ -1 കൊടുക്കുമ്പം n-ന് -1 കൊടുക്കുമ്പം ഇതെന്താ? -1 കൊടുക്കുമ്പോൾ -2 + 1, അതായത് -1/2. അപ്പോൾ ആ -1/2 ഇൻസൈഡ് ആണ്. n-ന് അടുത്തെന്തുവാ? -2 കൊടുക്കുവാണെങ്കിൽ -4 + 1, അതായത് -3/2. ആ പോയിന്റും ഇൻസൈഡ് ആണ്. -3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. ആ 1.5 കർവിനകത്താണ്. ബട്ട് n equal to 2 കൊടുക്കുമ്പോൾ 2 × 2 4, 4 + 1 5, 5/2 എന്ന് പറയുന്നത് എത്രയാണ്? 5/2 എന്ന് പറയുമ്പോഴേക്കും വാല്യൂ കൂടുകയാണ്. അപ്പോൾ അത് 2.5 എന്നുള്ള ഫോമിൽ പോവുകയാണ്. അപ്പോൾ അത് ഇൻസൈഡ് അല്ല, പുറത്താണ്. അടുത്തെന്താ? അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ n equal to -2 കൊടുത്താൽ അത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഇൻസൈഡ് ആണെന്ന് പറഞ്ഞു. ഇതേപോലെ 3യും -3 കൊടുക്കുമ്പോൾ ആ പോയിന്റ് എല്ലാം എന്താണ്? ഔട്ട്സൈഡ് ആവുന്നത്, ബാക്കിയുള്ള പോയിന്റ്. അപ്പോൾ ഈ 4 പോയിന്റിലും നമ്മൾ എന്ത് ചെയ്യണം? റെസിഡ്യൂ ഫൈൻഡ് ചെയ്യണം. ഈ ഫോമിൽ ചെയ്ത പോലെ ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഞാൻ ആവശ്യമുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ടെസ്റ്റിൻ്റെ പുറകെയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ ഈ പൈ ഇസഡ് വന്നതുകൊണ്ടാണ് ആ ടാൻ ഇസഡിൻ്റെ ക്വസ്റ്റ്യനുമായിട്ട് ഇവിടെ വ്യത്യാസം വരുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. ഇവാലുവേറ്റ് ഇൻറ്റഗ്രൽ ഓവർ സി ഇസഡ് ഇൻറ്റു കോസ് 1/z dz വെയർ സി ഈസ് മോഡ് z ഈക്വൽ ടു 1. കോഷീസ് റെസിഡ്യൂ തിയറം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കാരണം കോഷീസ് റെസിഡ്യൂ തിയറം പഠിപ്പിക്കുമ്പോൾ അതിനകത്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഉറപ്പായിട്ട് അവർ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ എന്താ മെത്തേഡാണ് യൂസ് ചെയ്യാൻ പോണേ? കോഷീസ് റെസിഡ്യൂ തിയറം ആണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ കോഷീസ് റെസിഡ്യൂ തിയറം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പം എനിക്ക് ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഡിനോമിനേറ്ററിനെ സീറോയ്ക്ക് ഇക്വേറ്റ് ചെയ്ത് പോളൊന്നും ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്ത് വഴിയാണ് നമ്മുടെ കയ്യിലുള്ള റെസിഡ്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണെങ്കിൽ ഇത് കോസ് ഇസഡ്, സൈൻ ഇസഡ്, e⁻⁻z, ടാൻ, പിന്നെ എന്തുവാ ലോഗ് ഇസഡ് എന്നൊക്കെ വന്നാൽ എക്സ്പാൻഡ് ചെയ്തോളണം. ഞാൻ നിങ്ങൾക്ക് ഫോമിൽ എഴുതുന്ന സാധനങ്ങൾ എന്തെങ്കിലുമാണ് അവിടെ ഉള്ളത്, നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തോളണം എന്ന് പറഞ്ഞത് ഓർക്കണുണ്ടോ? അതായത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കോസ് ഇസഡിൻ്റെ ഫോമിൽ എന്താണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. കോസ് ഇസഡ് ഇസ് ഈക്വൽ ടു 1 - z²/2 ഫാക്ടോറിയൽ plus z raised to 4/4 factorial minus z raised to 6/6 factorial plus etc. എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതേപോലെ കോസ് z മാത്രമല്ല കോസ് എച്ച് z എന്ന് പറയുമ്പോൾ ഇതെല്ലാം പ്ലസ് ആയിരിക്കും. പിന്നെ സൈൻ z-ഉം സൈൻ എച്ച് z-ഉം ഈ നമുക്ക് അറിയുന്ന ആൾക്കാർ ആരെങ്കിലും ആണ് ഇൻ്റഗ്രലിനകത്തുള്ളെങ്കിൽ അവയെ പിടിച്ചങ്ങ് എക്സ്പാൻഡ് ചെയ്യാണ് ഏറ്റവും നല്ലത്. ഇത് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് z is equal to z ഇൻറ്റു കോസ് 1/z എടുത്തെഴുതി. കോസ് 1/z എനിക്ക് ഇതേപോലെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. സോ z ഇൻറ്റു കോസ് 1/z ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്? ഒരു എക്സ്പാൻഡ് ചെയ്യുമ്പം 1 - 1/z the whole square by 1 factorial പ്ലസ് അടുത്ത z 1/z
the whole raised to 4 by 4 factorial plus അടുത്തെന്താ alternate ആയിട്ട് പ്ലസ് മൈനസ് ആണ് പ്ലസ് അല്ല ഇപ്പോൾ ഇവിടെ വരേണ്ട മൈനസ് ആ വരേണ്ട 1 by z the whole raised to 6 by 6 factorial അടുത്ത സൈൻ പ്ലസ് ആണ് എക്സെട്ര ആയിട്ട് സിമ്പിൾ കിട്ടും. ഓക്കെ, ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇസഡിനകത്തേക്ക് മൾട്ടിപ്ലൈ ആണ്. ഇസഡിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു ഇസഡ് എന്ന് വന്നു മൈനസ് ഓഫ് ഇസഡ് ഇൻറ്റു 1 by z സ്ക്വയർ എന്താ വരിക അവിടെ 1 by z വരും അല്ലെ. ന്യൂമറേറ്ററിലെ ഇസഡും ഡിനോമിനേറ്ററിലെ ഒരു ഇസഡും ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി അവിടെ 1 by z വരും. സോ 1 by z by 1 factorial. ഈ 1 by 1 factorial ഫ്രണ്ടിൽ കിടന്നോട്ടെ എന്നിട്ട് അങ്ങനെ ആലോചിക്കാൻ നിൽക്കുക. അപ്പോൾ ഇസഡ് ഇൻറ്റു 1 by z സ്ക്വയർ വന്നപ്പം 1 by z പ്ലസ് 1 by 4 ഫാക്ടോറിയൽ അവിടെ ഫ്രണ്ടിൽ നിന്നോട്ടെ കോൺസ്റ്റൻ്റ് അല്ലേ. ഇസഡ് ഇൻറ്റു 1 by z റേസ്റ്റ് 4 എന്ന് പറയുമ്പോൾ ഇസഡും z റേസ്റ്റ് 4ഉം ക്യാൻസൽ ആയി പോയിട്ട് ബാക്കി എന്താ വരിക 1 by z ക്യൂബ്. അടുത്ത മൈനസ് ഓഫ് 1 by 6 ഫാക്ടോറിയൽ ഫ്രണ്ടിൽ നിന്നോട്ടെ ഇസഡും z റേസ്റ്റ് 6ഉം ക്യാൻസൽ ആയി പോകുമ്പോൾ ബാക്കി 1 by z റേസ്റ്റ് 5 പ്ലസ് എക്സെട്ര എന്ന് എഴുതി. ഓക്കെ കഴിഞ്ഞേ. ഇനി റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഈക്വൽ ടു ഇവിടെ എല്ലായിടത്തും ഇസഡ് തനിച്ചാവില്ല അപ്പോൾ അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഇസ് ഈക്വൽ ടു 0 ഇസ് ഈക്വൽ ടു എക്സ്പാൻഡ് ചെയ്യുന്ന കേസിലാണെങ്കിൽ കോയിഫിഷ്യൻ്റ് ഓഫ് 1 by ഇസഡ് എന്നൊരു ഫോമുല നമ്മൾ പഠിച്ചത് ഓർക്കണുണ്ടോ? അപ്പോൾ ആ ഫോമുല നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇവിടെ 1 by ഇസഡിൻ്റെ ടേം ഉണ്ടോ? ഉണ്ട്. ഉള്ളത് കൊണ്ട് തന്നെ കോയിഫിഷ്യൻ്റ് എന്താണ് 1 by 1 ഫാക്ടോറിയൽ ദാറ്റ് ഇസ് 1 മൈനസ് 1 ആണ്. ഇവിടെ 1 by ഇസഡിൻ്റെ ടേം ഇല്ലെങ്കിൽ നമ്മൾ 0 എന്ന് എഴുതത്തോളെ. കോയിഫിഷ്യൻ്റ് ഓഫ് 1 by ഇസഡ് ഇസ് ഈക്വൽ ടു -1. ആൻസർ കിട്ടി. Therefore by Cauchy's residue theorem യൂസ് ചെയ്തിട്ട് integral over c f of z dz is equal to 2 pi I into sum of residue inside c. ഈ ടീച്ചർ ഫോമുല എഴുതാൻ നിർത്തില്ലേന്ന് ചോദിച്ചാൽ ഇല്ല, മാക്സിമം എഴുതാൻ പറ്റുമെങ്കിൽ ഞാൻ ഫോമുല എഴുതും. അങ്ങനെയെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഫോമുല മറക്കരുത്. ഓക്കെ, അപ്പോൾ ഞാൻ ഫോമുല എഴുതി വെച്ചു. അടുത്ത് എന്താ ചെയ്യുക? therefore നമ്മുടെ ക്വസ്റ്റ്യൻ integral over c z into cos 1 by z dz is equal to 2 pi I into sum of residue. ഇവിടുത്തെ ആൻസർ ഒരേ ഒരു റെസിഡ്യൂ ഉള്ളൂ -1. സോ ആൻസർ എന്ത് കിട്ടി നമുക്ക് -2 pi I എന്ന് ആൻസർ കിട്ടി. എന്ത് എളുപ്പം നോക്കിക്കേ, എക്സ്പാൻഡ് ചെയ്തു റെസിഡ്യൂ ഫൈൻഡ് ചെയ്തു നമ്മൾ ആൻസറിലേക്ക് എത്തി. ഇതേ ഞാൻ എഴുതിയപ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ കണ്ട് 2 ഫാക്ടോറിയൽ, പക്ഷേ ഞാൻ ഇവിടെ എഴുതിയപ്പോൾ എന്ത് ഫാക്ടോറിയൽ എഴുതിയ 1 ഫാക്ടോറിയൽ. നിങ്ങൾക്ക് വീഡിയോയുടെ അകത്ത് പറയാനും പറ്റത്തില്ല, ഞാനിത് കണ്ടുപിടിക്കത്തുമില്ല. അപ്പോൾ ഇവിടെ 1 by 2 ഫാക്ടോറിയലാണ് വരുന്നത്. കോയിഫിഷ്യൻ്റ് ഓഫ് 1 by z എന്ന് -1 by 2 ഫാക്ടോറിയൽ വിച്ച് ഈസ് ഈക്വൽ ടു -1 by 2. 2 ഫാക്ടോറിയൽ മീൻസ് 1 into 2. സോ ഇവിടെ വരേണ്ടത് -1 by 2 pi into 1 by 2 ആണ്. 2ഉം 2ഉം ക്യാൻസലായി പോകുമ്പോൾ ആൻസർ -pi I എന്ന ആൻസർ വരണം. ഓക്കെ, ഞാനൊരു മിസ്റ്റേക്ക് വരുത്തി. ആ മിസ്റ്റേക്ക് അതുപോലെ വയ്ക്കരുത് മനസ്സിൽ. ഞാനിവിടെ ശ്രദ്ധിച്ചില്ല. z സ്ക്വയർ ബൈ 1 ഫാക്ടോറിയൽ എന്ന് ആദ്യം എഴുതിപ്പോയി. അപ്പോൾ അതിൻ്റെ മിസ്റ്റേക്കായിരുന്നു. 1 ഫാക്ടോറിയൽ അല്ല 2 ഫാക്ടോറിയൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ മാക്സിമം കിട്ടുകയാണെങ്കിൽ ചെയ്ത് നോക്കുക. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഇവാലുവേറ്റ് integral over c z raised to 4 into e raised to 1 by z dz where c is mod z is equal to 1. Where c is modulus of z is equal to 1. ഓക്കെ, ഈ റീജിയനകത്താണ് നമുക്ക് ഈ ആളെ എക്സ്പാൻഡ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. നമുക്ക് എന്തായാലും ഇ റേസ് ടു 1 by z എക്സ്പാൻഷൻ അറിയാം. എന്താ ഇ റേസ് ടു z ഇസ് ഈക്വൽ ടു 1 പ്ലസ് z by 1 ഫാക്ടോറിയൽ പ്ലസ് z സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് z ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. നമുക്ക് ഫോമുല അറിയുന്നതാണ്. ഞാൻ പറയാൻ വിട്ടു നിങ്ങളടുത്ത്. നിങ്ങൾ ആവശ്യപ്പെട്ടത് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ സ്കെച്ച് പെന്നിൽ നിന്ന് പെന്നിലേക്ക് മാറിയത്. അപ്പോൾ ഈ പെൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം എനിക്ക് ബോൾഡായിട്ട് മീൻസ് തെളിച്ചത് കാണാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് ഫീലിംഗ് ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യണമെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് പറയണമെങ്കിൽ ഞാൻ വീണ്ടും സ്കെച്ച് പെന്നിലോട്ട് തന്നെ തിരിച്ചു വരാം. ഓക്കെ, അതിന് നിങ്ങൾ സജഷൻ തന്നാൽ വേറെ പെൻ എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അതുപോലും ആ പെൻ മേടിച്ച് യൂസ് ചെയ്യാം. ഓക്കെ, പറഞ്ഞോട്ടെ. ഇവിടുത്തെ എഫ് ഓഫ് ഇസഡ് എന്താ? ഇവിടുത്തെ എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു z റേസ് ടു 4 ഇൻറ്റു ഇ റേസ് ടു 1 by z. ഇ റേസ് ടു 1 by z കണ്ടിട്ടാണ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാവണേ. എക്സ്പാൻഡ് ചെയ്യുവാണേ z റേസ് ടു 4 ഇൻറ്റു ഇ റേസ് ടു 1 by z നമുക്ക് 1 പ്ലസ് 1 by z by 1 factorial plus 1 by z the whole square by 2 factorial plus 1 by z the whole cube by 3 factorial plus 1 by z the whole raised to 4 by 4 factorial
പ്ലസ് 1/z the whole raised to 5/5 ഫാക്ടോറിയൽ. നിർത്തുന്നില്ലെന്ന് ചോദിച്ചാൽ നിർത്തുന്നില്ല. ഞാനിങ്ങനെ നീണ്ടു പോകാൻ കാരണം എനിക്കിവിടെ പുറത്ത് z⁴ അത് അകത്തേക്ക് വരുമ്പോൾ z⁴ ക്യാൻസലായി പോകും അല്ലേ. അടുത്ത ടേമിൽ മാത്രം z⁴ഉം z⁵ഉം ക്യാൻസൽ ആയിട്ട് 1/z ബാക്കി വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ ടേം ഇങ്ങനെ മാക്സിമം എഴുതി പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, പ്ലസ് എക്സെട്ര. ഇനി വേണമെങ്കിൽ നമുക്ക് എഴുതുമ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വേണം തോന്നുവാണെങ്കിൽ എഴുതാം. ഓക്കെ, ഇനി z⁴ ഞാൻ അകത്തേക്ക് കൊടുക്കുവാണേ. z⁴ അകത്തേക്ക് വരുമ്പം ദിസ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം z⁴ പ്ലസ് 1/1 ഫാക്ടോറിയൽ. ആ കോൺസ്റ്റൻറ്റ് ഇങ്ങനെ ആദ്യമേ മാറ്റി നിർത്തി. 1/1 ഫാക്ടോറിയൽ ഇൻറ്റു z⁴ഉം 1/z കൂടെ പോകുമ്പോൾ അവിടെ എന്താ പറയുന്നത് z³ പ്ലസ് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു z⁴ഉം 1/z². z² z⁴ഉം കൂടെ പോകുമ്പോൾ ന്യൂമറേറ്ററിൽ z² പ്ലസ് 1/3 ഫാക്ടോറിയൽ. z⁴ഉം 1/z³ കൂടെ ക്യാൻസൽ ആകുമ്പോൾ ബാക്കി അവിടെ z. അടുത്ത പ്ലസ് 1/5 ഫാക്ടോറിയൽ. z⁴ഉം 1/4 ഫാക്ടോറിയൽ ഈ ടേമിനെ വിട്ടു. 1/4 ഫാക്ടോറിയൽ z⁴ഉം z⁴ഉം കൂടെ 4ഉം കൂടെ പോകുമ്പോൾ ബാക്കി അവിടെ 1. ഓക്കെ, പ്ലസ് അടുത്ത് 1/5 ഫാക്ടോറിയൽ. z⁴ഉം z⁵ഉം കൂടെ പോയിട്ട് ബാക്കി 1/z. അടുത്ത ടേം ഉണ്ടായിരുന്നെങ്കിൽ 1/6 ഫാക്ടോറിയൽ. z⁴ഉം z⁴ അല്ലേ വരിക. z⁴ ഇൻറ്റു 1/z the whole raised to 6 വരിക. z⁴ഉം z⁴ഉം പോകുമ്പോൾ അവിടെ 1/z² പ്ലസ് എക്സെട്ര. ഓക്കെ, ഞാൻ ഫുൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തു. ഇനി നമ്മുടെ റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? റെസിഡ്യൂ ഓഫ് f of z അറ്റ് z is equal to 0. z equal to 0 കാരണം ഇവിടെ എല്ലാം z ടേമിൽ തനിച്ചാൽ നിൽക്കണം, z അല്ല. സോ z equal to 0യിൽ നമ്മൾ റെസിഡ്യൂ ഫൈൻഡ് ചെയ്യുമ്പോൾ ഫോമുല എന്തുവാണ്? കോയിഫിഷ്യൻ്റ് ഓഫ് 1/z. കോയിഫിഷ്യൻ്റ് ഓഫ് 1/z ആണ്. 1/z കോയിഫിഷ്യൻ്റ് ഇവിടെ എന്താണ്? 1/5 ഫാക്ടോറിയൽ. ആൻസർ ഇവിടെ നിർത്താം. അല്ലെങ്കിൽ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 1 × 2 × 3 × 4 × 5. ഓക്കെ, 2 × 5 10 ആണ്. 3 × 4 എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ 12 × 10 എന്ന് പറഞ്ഞാൽ 120 ആണ്. സോ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടി നമുക്ക്? 1/120. Therefore, by Cauchy's residue theorem, integral over c z⁴ into e⁻1/z dz is equal to 2πi into sum of residues, that is 1/120. That is equal to πi/16. നമുക്ക് ആൻസർ കിട്ടി πi/16. ഞാനിവിടെ ഫോമുല എഴുതാൻ വിട്ടുപോയി. നിങ്ങൾ ഫോമുല എഴുതിയിട്ട് തന്നെ പ്രോബ്ലം ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം കഴിഞ്ഞ രണ്ട് പ്രോബ്ലത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഈ കഴിഞ്ഞ രണ്ട് പ്രോബ്ലത്തിനകത്ത് നമ്മൾ റെസിഡ്യൂ ഫൈൻഡ് ചെയ്തത് ഡിനോമിനേറ്ററിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് പോൾ ഫൈൻഡ് ചെയ്തിട്ടല്ല. നമ്മൾ എന്താ ചെയ്തത്? എക്സ്പാൻഡ് ചെയ്തിട്ട് 1/z കോയിഫിഷ്യൻ്റ് ആണ് റെസിഡ്യൂ എന്നുള്ള ഫോമിൽ എടുത്തിട്ടാണ് ഈ കഴിഞ്ഞ രണ്ട് പ്രോബ്ലം ചെയ്തത്. അപ്പോൾ ഇതും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. z⁴ × e⁻1/z ഇത് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. നമുക്കിങ്ങനെ ഇതേപോലെ z⁴ ഇൻറ്റു അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ sin hz ചോദിക്കാറുണ്ട്. z³ ഇൻറ്റു cos z ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ ഈ പഠിച്ച എക്സ്പാൻഷൻ ഏത് വന്നിട്ടായാലും ഇങ്ങനെ മാറി മാറി ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കോഷ്യസ് റെസിഡ്യൂ തിയറത്തിൻ്റെ പ്രോബ്ലംസ് ഞാനിവിടെ നിർത്തുവാണ്. നമ്മളിനി അടുത്ത വീഡിയോയിൽ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ റിയൽ ഇൻ്റഗ്രൽസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ്. അതായത് നമ്മൾ ഇതുവരെ പഠിച്ച പ്രോബ്ലത്തിനകത്തെല്ലാം ഇസഡിൻ്റെ ടേംസാണ് വന്നിട്ടുള്ളത് അല്ലേ. പിന്നെ നമുക്ക് പഠിക്കാൻ 3 ടൈപ്പ് ഉണ്ട്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ഇൻ്റഗ്രലിനകത്ത് കോസ് തീറ്റ എന്നോ സൈൻ തീറ്റ എന്നോ ഒക്കെ പറഞ്ഞിട്ട് കാണും. അപ്പോൾ അത് നമ്മൾ കോഷ്യസ് റെസിഡ്യൂ തിയറി യൂസ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ കോഷ്യസ് റെസിഡ്യൂ തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അല്ലെങ്കിൽ ഇൻ്റഗ്രലിനകത്ത് എക്സിൻ്റെ ടേമിലായിരിക്കും നമുക്ക് പ്രോബ്ലം ചോദിച്ചിരിക്കുക. നമ്മളത് എന്ത് ചെയ്യണം? കോഷ്യസ് റെസിഡ്യൂ തിയറി യൂസ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനത്തെ പ്രോബ്ലംസാണ് നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിത് 3 ടൈപ്പാണ് പഠിക്കാനുള്ള. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്ന് പറഞ്ഞിട്ട് 3 ടൈപ്പ് പഠിക്കാനുണ്ട്. അത് നമുക്ക് 3 വീഡിയോ ആയിട്ടോ 3 കൂടുതൽ വീഡിയോ വേണ്ടി വരും. കാരണം ഈ ടൈപ്പ് 1 ഒക്കെ എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തു വരുമ്പോൾ എനിക്ക് ഒരു വീഡിയോ നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഒന്നിൽ കൂടുതൽ വീഡിയോ ടൈപ്പ് 1 തന്നെ വേണ്ടി വരും. ടൈപ്പ് 2, ടൈപ്പ് 3 എന്ന് പറയുന്ന ഓരോ വീഡിയോയിൽ നമുക്ക് നിർത്താൻ പറ്റും. ഓക്കെ, അപ്പം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കുറച്ച് കോഷ്യസ് റെസിഡ്യൂ തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷനാണെന്ന് പറയാം. കാരണം കോഷ്യസ് റെസിഡ്യൂ തിയറം യൂസ് ചെയ്തിട്ട് വേറെ റിയൽ ഇൻ്റഗ്രലിനകത്തുള്ള സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? കോംപ്ലക്സിൻ്റെ ഫോമിലേക്ക് കൊണ്ടുവന്നിട്ട് കോഷ്യസ് റെസിഡ്യൂ തിയറം അപ്ലൈ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. കോഷ്യസ് റെസിഡ്യൂ തിയറത്തിൻ്റെ പ്രോബ്ലം നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ എല്ലാ ടോപ്പിക്കും നമ്മളിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആ ഇൻ്റഗ്രൽ tan z z ഇൻറ്റു e⁻1/z എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പ്രോബ്ലം പറഞ്ഞില്ല. അപ്പോൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് മാക്സിമം നിങ്ങൾ വേറെ എവിടെ കണ്ടാലും ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. അതുപോലത്തെ പ്രോബ്ലംസ് നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കോഷ്യസ് റെസിഡ്യൂ തിയറം ഉറപ്പായിട്ടും യൂണിവേഴ്സിറ്റി എക്സാം നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോഷ്യസ് റെസിഡ്യൂ തിയറത്തിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണ് അടുത്ത ടോപ്പിക്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.